ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കുറച്ച് കാലമായി കാണാതെ അല്ലേ. അപ്പോൾ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നതാണ്. വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയായിരുന്നു, കുറച്ച് സംഭവം ഉണ്ട് ഇന്ന്, എല്ലാം കാണിച്ചു തരാം. ഇപ്പോൾ സമയം 9:30. ഓക്കെ, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ പുതിയ ആൾക്കാരാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ആക്കണം, എന്നാലേ അടുത്ത വീഡിയോ കാണണമെങ്കിൽ ലൈക്ക് ആക്കണം. എല്ലാവർക്കും അവിടെ താഴെ കുറേ സംഭവമില്ലേ, അതെല്ലാം നീക്കോ. ഓക്കെ, സമയം ഇങ്ങനെ വരുമ്പോ ഇവിടെ ഏച്ചിട്ട് ചായ അടിക്കുന്നുണ്ട്. ഇങ്ങോട്ട് ഓക്കെ, അതുപോലെ ഇവിടെ ആണെങ്കിൽ ഒരു ചക്കരുണ്ട് ഗൈസ്, സന്ദീപ്. ഇവിടെ വേറൊരു ചക്കരുണ്ട് ഗൈസ്. എല്ലാവരും WWE കാണുന്നു ഗൈസ്. ഇതാണ് നമ്മുടെ മാമി. ഓനെ ഒരു ചാനലുണ്ട് ഗൈസ്, അതെല്ലാം സബ്സ്ക്രൈബ് ചെയ്യിക്കുക. ഓക്കെ, അപ്പൊ നമുക്കിന്ന് കുറെ പരിപാടി ഉണ്ടല്ലോ സന്ദീപ്. ഒരു ബ്ലിപ്പ് അടിച്ചെങ്ങനെ ഇങ്ങനെ അടിക്ക്. ഹലോ ഗായ്സ്, സപ്യേട്ടനാണ് ഗൈസ്. അത് ഉണ്ണിയേട്ടൻ. ഇത് ഇവിടുത്തെ ഒരു മൂപ്പറാണ് ഗൈസ്. പേര് ഉക്രൻ കലേപ്പാടി. ഒരു ഹായ് ആക്കറോ ഈടത്തേക്ക്. അത് ഗൈസ്, ഇത് തലക്കിടുന്ന ഒരു സാധനമാണ്. നമുക്ക് ഇവിടെ കുറച്ചാളുണ്ട്, ഉറപ്പ് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ ചന്ദൻ താത്ത, ശരത് വി. ഇത് വേറൊരാളാണ് ഗൈസ്. അതെ ഗൈസ്, നമ്മൾ ഇന്നൊരു തെയ്യത്തിന്റെ അടുത്തേക്ക് പോവാണ് ഗൈസ്. അതിന്റെ കുറച്ച് വീഡിയോകളുണ്ട്, അതെല്ലാം കാണാം. ഓക്കെ, ബൈ ബൈ. പിടിക്ക് സന്ദീപേ. അല്ല, ഇന്ന് നമ്മ ഏടെ തെയ്യത്തിന് പോന്നെ? ഇവിടെ നിക്ക്. അതെ അതെ, കാസർഗോഡ്. എന്തെല്ലാം തെയ്യമുണ്ട്? ഗൈസ്, അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന നിങ്ങളെ തെയ്യം കണ്ടിട്ടുണ്ടോന്ന് ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാം. ഓക്കെ, ഇതാണ് ഗൈസ് തുള്ളാമുവിന്റെ മകള്, മാമന്റെ മോളാണ്. ഇപ്പൊ SSLC കഴിഞ്ഞു, ഇനിയിപ്പോ +1. ഇന്ന് കുളിച്ചിട്ട 2 ദിവസം കഴിഞ്ഞിട്ടാണ് കുളിക്കുന്നതെന്നാണ് പറയുന്നത്. അതെ, ഇവന് ഇന്നാണ് കുളിച്ച, ഒരാഴ്ചയായി കുളിക്കാതെ. നമ്മുടെ ഇന്നത്തെ പൂർണ്ണചന്ദ്രൻ. നോക്കട്ടെ, നീ ഇങ്ങോട്ട് നോക്കിയാ നല്ല പല്ല്. നോക്കട്ടെ, ഇങ്ങനത്തെ പല്ലുള്ളവരെ ഒന്ന് മെൻഷനാക്കുക ഗൈസ്. കുറച്ച് നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ് ഇത്. ഞാൻ തുറന്നിട്ട് കാണിക്കാം അടുക്കെത്തുമ്പോ. ഇപ്പൊ തുറന്ന കുറച്ച് വണ്ടിക്ക് വേണ്ടി വിചാരിക്കും നമ്മ പിള്ളേരാണ് ഇതെല്ലാം ചെയ്യുന്നത്, പക്ഷെ ഇത് നമുക്ക് ചെയ്യാനൊരു നല്ല ഇൻട്രസ്റ്റ് ഉള്ള സംഭവമാണ്. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്, പിന്നെ ആരും പറഞ്ഞിട്ട് ആക്കുന്നതല്ല. പിന്നെ നമ്മളിപ്പോ വണ്ടിക്കെത്താനായി വണ്ടിയാടെ വന്നിട്ടുണ്ടോ. അപ്പൊ അടുത്തേക്ക് പോവാം. ഞാൻ താഴോട്ട് നോക്കുന്നിവിടെ ബൈ കാണുന്നില്ല, ചെറിയ ബൈയാണ്. നിലാവുണ്ട് ഇത്രയുള്ളൂ അല്ലേ സന്ദീപ? കുറച്ചാള് ഫ്രണ്ടിലാ പോന്ന്. നമ്മുടെ മൂത്തപ്പൻ പുറകില് വരുന്നുണ്ട്. തലപ്പാവ് കൊണ്ടുവരുമ്പോ കുറച്ച് ടൈം. അതെ അതെ, അല്ല സന്ദീപ? അപ്പൊ സപ്പേട്ടാ നിങ്ങക്ക് എന്താണ് പറയാ? ഇന്ന് തെയ്യത്തിന്റെ ആടല്ലേ പോന്നെ? എടുത്തേക്ക് തെയ്യല്ല. തെയ്യം നമ്മളെ നാട്ടില് നിങ്ങൾ കുറച്ച് വെച്ചും പറയണ കേൾക്കൂലേ? നേരത്തെ എത്തേണ്ട ആളാണ്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഓക്കെ ഓക്കെ,
ഓക്കെ ഗൈസ്, അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞെല്ലാം കേട്ടോ നിങ്ങൾ ഒന്ന് കമന്റ് ഇടണം കേട്ടോ. അതെ അതെ. പോയിട്ടുണ്ട്. നമുക്കൊന്നുമില്ല, നമ്മ ഇനി നടന്നിട്ട് പോണം. രാത്രി എത്ര മണിയായിപ്പോ? ഇപ്പൊ സമയം 9 മണി. നമ്മ നടന്നിട്ട് പോകുമ്പോ എത്ര മണിയാവും? എത്തുമ്പോ 9:30. അരമണിക്കൂർ നടക്കണം. ഓക്കെ, നടക്കുന്നതാണ് നല്ലത്. ആദ്യം നമ്മുടെ പ്ലാന് മാറി ഗൈസ്. വണ്ടി വരുന്നുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. അപ്പൊ നീ കുറച്ച് കൂളാവും. ഞാൻ കുറച്ച് തുളുവില് ആക്കി പറയണം. നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ്. നമ്മുടെ മൂത്തപ്പം പുറകില് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പരയില് തലപ്പാവ് എന്തെല്ലാം ഉണ്ട്. നമ്മ കുറച്ചങ്ങോട്ട് പോകും. അടുത്ത പറയും വണ്ടി വരുന്നുണ്ട്. അപ്പൊ ആദ്യം അങ്ങോട്ട് നീടെ പറയുന്നത് വണ്ടിയില്ല. ആദ്യം അങ്ങോട്ട്. അവസ്ഥയാണ് നിങ്ങളൊന്ന് പറയൂ. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഓക്കെ ഓക്കെ. സന്ദീപേ, നിനക്ക് പറയാനുണ്ടത്? പറയാനൊന്നുമില്ല. വണ്ടി വന്നു ഗൈസ്, നമുക്ക് ഈ കാറിൽ പോവാം. ഈ കാറാണ് നമ്മ പറഞ്ഞേ. ഈ കാറിലാണ് നമ്മ പോകുന്നത്. കൊറേ സമയം നമ്മ ഒരു 8 മണിക്ക് എത്തീന്. ഗായ്സ്, ഇന്ന് ഞങ്ങൾക്ക് ഒന്നെങ്കിൽ ഛർദിക്കാനുണ്ടാവും. ഗായ്സ്, നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വണ്ടിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗായ്സ്, ഇപ്പോൾ വണ്ടി വന്നിട്ട് സുസുക്കിന്റെ ഡിസറാണ് വണ്ടി. നമ്മള് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ മൂത്തപ്പനാണ് ഇന്ന് വലിയ തെയ്യം. വലിയ തെയ്യം ഇങ്ങോട്ടാണ് നമുക്ക് കയറുന്നത്. നമുക്ക് പോകേണ്ടത് ഇങ്ങോട്ടാണ് ഗൈസ്. ഇടന്നെ ഇറങ്ങുന്ന ഗൈസ്. നീ ആരുതാ? നമുക്കിനി ഇറങ്ങി സന്ദീപ് നോക്കിട്ട് ഇറങ്ങി. വണ്ടി വരുന്നോ നോക്കിട്ട്. വണ്ടി വരുന്നുണ്ട് ഗൈസ്. ചേട്ടാ ഒന്ന് ഡിക്കി ഓപ്പൺ ആക്ക. നമുക്ക് ഷാളെല്ലാം ഇടണം ഗൈസ്. ഓക്കെ ഗൈസ്. സന്ദീപ് ഇതൊന്ന് പിടിച്ച. ഞാൻ മുണ്ട് എടുക്കട്ടെ. നമുക്ക് വീഡിയോ പിടിക്കാൻ അത്ര ധാരണയൊന്നുമില്ല ഗൈസ്. അങ്ങോട്ടാണ് പോകുന്നത്. നമുക്കിന്ന് നല്ല കച്ചവടമാണ് നമ്മുടെ മുത്തപ്പൻ പറഞ്ഞത്. നോക്കാം ഗൈസ്. വണ്ടി ഗൈസ്, നമ്മൾ ഇങ്ങോട്ട് പോവാണ് ഗൈസ്. ഈ വണ്ടിയിലാണ് നമ്മൾ വന്നത്. പൈസ ഒന്നും കൊടുക്കാനിരുന്നില്ല, നമ്മൾ കിട്ടക്കുന്നുണ്ട്. ഇങ്ങോട്ടാണ് കയറിപ്പോകുന്നത് ഗൈസ്. നമുക്കപ്പോ പോവാം. പിടിക്കറ ഞാൻ പിടിച്ച ശരിയാവില്ല. അളുകുണ്ടിയാ ഗൈസ്, അതാ അങ്ങിപ്പോയി. അളുകുണ്ടി കുത്തി പോവാം ഗൈസ്. ഞാൻ നടന്നിട്ട് പോകുമ്പോ ഒരെല്ലാം മുമ്പേ പോയി ഗൈസ്. ഫ്രണ്ടേ പോയി. ബ്ലാക്കിലാണ് അതെ, നമ്മൾ ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ പോകുന്നവരാണ് ഗൈസ്. ഇത് വീട് 3 നില വീടാണ് ഗൈസ്. അവിടെ ചെണ്ടന്റെ കൂട്ടെല്ലാം മുറിച്ച നമ്മ ഇവിടുത്തെ വീടില്ല. ഇല്ലപ്പോ ഉമ്മറിച്ച അത് എടുത്ത ഒരു ആളാണ്. നമ്മുടെ അതെ അതെ, സർവീസ് എല്ലാം ഉപകാരം ചെയ്യും. എപ്പോഴും അങ്ങനത്തെ ഒരാളാണ്. ആ പോകുന്ന ഒരു സ്ഥലം എന്ന് വെച്ചാൽ 2 സൈഡും കാടാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ഈ ഉള്ളിൽ നിങ്ങൾ നോക്കണം ഗൈസ്. ഫുള്ള് തോട്ടങ്ങളാണ് ഗൈസ്. തോട്ടത്തെ ഈ ഫ്രണ്ടിൽ പോയി എനിക്ക് ബാക്ക് പോകും ഗൈസ്. ഇതിലെല്ലാം വെള്ളം വരുന്നതാണ്. വെള്ളം വരുന്നതാണ്. പക്ഷെ ഇപ്പൊ മഴക്കാറ്
ചെണ്ടന്റെ കൂട്ടി തുടങ്ങി ഇതാടെ ഒരു കുഴിയുണ്ട് അത് കാണുന്നു. നിങ്ങൾക്കിപ്പോ ചെണ്ടന്റെ സൗണ്ട് കേൾക്കുന്നില്ല ഗൈസ്? അപ്പോൾ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇതൊക്കെ ഒരു വൈബാണ് ഗൈസ്. ഇതെല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കേ അറിയൂ ഇതെല്ലാം. ഇത് നിങ്ങൾ ഫുള്ള് നോക്കണം, എന്നാലും നിങ്ങൾക്ക് അറിയും. അതെ, ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് അത്ര ഇത് കത്തുമോന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മൾ അടുത്ത ആംബിയൻസിലാകുമ്പോൾ നല്ലൊരു വൈബാണ് സംഭവം. നമുക്ക് നേരെ പോവാം. ഗൈസ് ഇനി ശബ്ദം കേൾക്കുമോന്ന് അറിയില്ല, എന്നാൽ ഞാൻ പറയാൻ നോക്കാം. നമുക്ക് നിങ്ങൾക്കത് നിങ്ങൾ കണ്ടു മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ചെരുപ്പായിട്ട് വെക്കുന്ന ബ്ലോക്കാണ് ഗൈസ്, ബ്ലോക്ക്. ഇത് ഉള്ളു നിന്നെ. ഹായ് ഗൈസ്, വീടുണ്ടല്ലോ. ഞാനുണ്ട്, എൻ്റെ കുറച്ച് ഫോട്ടോകൾ എടുക്കണം. ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിൽക്കും. ലൈവാ? ഓക്കെ ഓക്കെ. ഏത് യൂട്യൂബിലിടുന്നാ? ഇങ്ങനെ പോകുമ്പോൾ ഇതാണ് എൻ്റെ ഒരു ഏട്ടൻ, ഇത് ഇളച്ചൻ, ഇതൊരു ഏട്ടൻ, ഇത് സോവിത്തേശ്വരൻ, നമ്മുടെ ഒരു വില്ലച്ചനാണ് വിശാലി, ഇത് നമ്മുടെ ഒരു ഏട്ടൻ. അവിടെ കുറേ അങ്ങനെ ആൾക്കാരുണ്ട്. ഇതാണ് താനം. ഇത് നമ്മുടെ ഒരു ഏട്ടനാണ് ഗൈസ്. ഇത് വേറൊരു ഏട്ടനാണ് ഗൈസ്. ഇത് മൂന്നാമത്തെ ഒരു ഏട്ടനാണ്. ഇത് യൂട്യൂബിലിടുന്ന നമ്മുടെ വ്ളോഗാണ്. നമ്മളിപ്പോൾ രാവിലെ തൊട്ട് വ്ളോഗ് തുടങ്ങി. അപ്പം അതിൻ്റെ ഒരു കണ്ടിന്യൂ ആയിട്ട് ഇപ്പോൾ ഇതുവരെ എത്തി. എല്ലാവരുടെ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അതെ അതെ. ഇതിൻ്റെ ഉദ്ദേശം നമ്മുടെ ഇപ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെ നമുക്കിപ്പോൾ ബാക്കിയുള്ളവർ കാണുമ്പോൾ നമ്മളെ കുറച്ച് ഇത് കാണും. അങ്ങനെ നമ്മൾ തെയ്യം കെട്ടിട്ട് പുറത്തേക്ക്. അപ്പോൾ നമ്മളെ തെയ്യത്തിന് പോകുമ്പോൾ നമ്മുടെ ഒരു ദിവസം എങ്ങനെ ഉണ്ടാവും അത് നമ്മൾ കാണിക്കുന്നു. അത് ഏത് നൈറ്റിലാവാണ്ട നിങ്ങൊന്ന് കൊട്ടി കാണിക്കോ? ചെണ്ടൊന്ന് കൊട്ടി പോരെ. ಜಿತ್ತು ಚಂಡೆ ಹೋಯ್ತು ಹೋಯ್ತು ಹಾಯ್ಟು ಬೇ ಹೇಳಿ ಮಣಿಯಲ್ಲಿ ಮಣಿಯನ ಈ ಒಟ್ಟು ಮಣ A few moments later. ഗൈസ് അടുത്തത് ഞാൻ കൊട്ടിലാണ് ഗൈസ് കാണിച്ചതാ. ഇവിടെ ഒരു ചെണ്ട ഒഴിവായിട്ടുണ്ട് ഗൈസ്. നമുക്ക് കൊട്ടായിരുന്നു പക്ഷെ വേണ്ടതല്ലേ.
പണിയെല്ലാം നടക്കുന്നുണ്ട് guys. അത് കാണിക്കാം. അത് ഇവിടെ ഒരു പണിയെല്ലാം നടക്കുന്നുണ്ട് ഇവിടെ. Guys, ഇതൊക്കെ നമ്മുടെ കാസർഗോഡ് വന്നാലേ എങ്ങനെയെല്ലാം കാണാൻ കഴിയില്ലേ. കർണാടക അങ്ങോട്ട് പോകാം. ഇതെന്താക്കുന്നത്? നമസ്കാരം. ഇത് നമ്മളത് ഒരാള് ഇത് ലൈവല്ല, ഇത് നാളെ യൂട്യൂബിലിടാൻ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഒരു യൂട്യൂബറിനെ കണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാണ് നമ്മളെ നാട്ടിലെ വേറൊരു യൂട്യൂബറിന്റെ പേരെന്ത് പറ? നേരെ നോക്കി, ഇങ്ങോട്ട് നോക്കി. അഭിനവ്. ഓക്കെ, എൻ്റെ യൂട്യൂബ് ചാനൽ എന്ത്? അതിൻ്റെ പേരെന്ത് യൂട്യൂബ് ചാനലിൻ്റെ? ഓക്കെ ഓക്കെ. അപ്പോൾ എൻ്റെ ചാനലിൽ കുറേ നല്ല നല്ല വീഡിയോസ് എല്ലാം ഉണ്ട് ഗൈസ്. അവന് വ്ളോഗെല്ലാം ആക്കുന്നുണ്ട്. അപ്പോൾ അവനെ നിങ്ങൾ സപ്പോർട്ടാക്കണം. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ വേറെ പണിയൊന്നുമില്ല, കഴിഞ്ഞ് തെയ്യം. അതെ അതെ, തെയ്യം ഇനി നാളെ രാവിലെയാണ്. അപ്പോൾ നാളെ രാവിലെ നിങ്ങളെ ഈ റെസ്പോൺസ് എല്ലാം കണ്ട നല്ല റെസ്പോൺസ് ഉണ്ടെങ്കിൽ ആ വീഡിയോ ഇടുന്നതാണ്. അതെ അതെ. അപ്പോൾ ഈ വീഡിയോ എത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്. 12 മണിയെല്ലാം കഴിഞ്ഞ്. ഓക്കെ.